നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. തലശ്ശേരിയിൽ ബിജെപിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. സ്ഥാനാർത്ഥിയുടെയും ഡമ്മിയുടെയും പത്രിക തള്ളി. പാർട്ടി അധ്യക്ഷന്റെ കത്ത് ഹാജരാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൻ ഹരിദാസിന്റെ പത്രിക തള്ളിയത്. ബിജെപിക്ക് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം വോട്ടുള്ള മണ്ഡലമാണ് തലശ്ശേരി. ദേവികുളത്തെ NDA സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിയിട്ടുണ്ട്. ആവശ്യമായ രേഖകൾ ബിജെപി സ്ഥാനാർത്ഥി ഹാജരാക്കാത്തത് സംശയകരമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ. വോട്ട് കച്ചവടം നടന്നതായി ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാകില്ലെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ബിജെപിയുടെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിയതോടുകൂടി ബിജെപിയുടെ വോട്ട് കോൺഗ്രസിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന സംശയം സ്വാഭാവികമായി ഉയർന്നു വരും. വോട്ട് കച്ചവടത്തിനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. മനു ഭരത് ചേരുന്നു. മനു, MP ജയരാജൻ പറഞ്ഞ കാര്യം അതുതന്നെയാണ് മുഖ്യമായും ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബിജെപിക്ക് വോട്ടുള്ള മണ്ഡലമാണ് തലശ്ശേരി. അവിടെയാണ് ബിജെപി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? വോട്ട് കച്ചവടം നടന്നതായുള്ള ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, അതിൽ സംഭവിച്ചത് ഇതാണ്. തലശ്ശേരിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അതിൽ ചിഹ്നം ആവശ്യപ്പെട്ടുകൊണ്ട് 2 ഫോമുകളാണ് അവിടെ എല്ലായിടത്തും സമർപ്പിക്കേണ്ടത്. അതിൽ ഫോം A BJPയുടെ ദേശീയ അധ്യക്ഷൻ, അത് ചിഹ്നം നൽകാനുള്ള അധികാരം അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ഫോമാണ്. രണ്ടാമത്തെ ഫോം B ഈ ചിഹ്നം എൻ ഹരിദാസിന് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP അധ്യക്ഷൻ സമർപ്പിക്കേണ്ട കത്തുമാണ്. ഈ 2 കത്തുകളിൽ ആദ്യത്തെ ഫോം Aയിലാണ് പാകപ്പിഴ ഉണ്ടായിരിക്കുന്നത്. അതിൽ ആണ് ദേശീയ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്തി എന്ന് പറയുന്ന ഭാഗത്തിന് ശേഷം ഒപ്പിടാനായി വിട്ടുപോയിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് തലശ്ശേരി സബ് കളക്ടർ കൂടിയായ തലശ്ശേരി മണ്ഡലത്തിൻ്റെ വരണാധികാരി എൻ ഹരിദാസിനെ പത്രിക അംഗീകരിക്കാനാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഹരിദാസിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ അംബികാ സുധനും അതുപോലെ പ്രേമരാജനും അവർ ആവശ്യപ്പെട്ടത് അതിൻ്റെ ഒരു ഫാക്സ് നേരിട്ട് അവിടെ നിന്ന് അയപ്പിക്കാം. അത് മാത്രമല്ല, മറ്റൊരു കത്ത് ഇങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതായത് ദേശീയ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയതിൻ്റെ മറ്റൊരു കത്തും തങ്ങളുടെ കയ്യിലുണ്ട്. ഇത് ഏത് വേണമെങ്കിലും ഹാജരാക്കാം എന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് രണ്ടും അംഗീകരിക്കാൻ ആകില്ല എന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതിനിടയിലൂടെ പെട്ടെന്നൊരു പുതിയൊരു വാർത്തയും കൂടി വന്നിരിക്കുന്നു. KM ഷാജിയുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കാം എന്ന നിലപാട് വരണാധികാരി സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ നേരത്തെ അത് സംബന്ധിച്ചും ഒരു തർക്കം ഉണ്ടായിരുന്നു. KM ഷാജിയുടെ പത്രിക അംഗീകരിക്കരുതെന്ന് LDF ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് സ്വീകരിക്കാം എന്ന് വരണാധികാരി നിലപാട് എടുത്തിരിക്കുന്നു. അപ്പം പഴയ വാർത്തയിലേക്ക് വരിക, അല്ലെങ്കിൽ മുൻ തലശ്ശേരിയെ സംബന്ധിച്ചുള്ള വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് അവിടെ സംഭവിച്ചത്. അവിടെ പത്രിക സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. BJP ഇപ്പോൾ ഇത് തങ്ങൾക്ക് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് മാറിയിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നീതിക്കായി കോടതിയെ സമീപിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും തലശ്ശേരിയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ വോട്ടുകളുള്ള ഒരു മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. അത് BJPക്ക് ഉണ്ടാകുന്ന ക്ഷീണം അത് എത്രത്തോളമാണ്? പ്രത്യേകിച്ച് ഈ 2021 തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകളുമായാണല്ലോ BJP തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് പത്രിക സ്വീകരിച്ചതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ വാർത്തകളും അതിനൊപ്പം വരുന്നുണ്ട്. KV സുമേഷിന് വേണ്ടി ഉന്നയിച്ച വാദങ്ങൾ റിട്ടേണിംഗ് ഓഫീസർ വരണാധികാരി തള്ളിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുനാസാണ് ഇപ്പോൾ നമ്മൾക്കൊപ്പം ഉള്ളത്. ഏത് ഗ്രൗണ്ടിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതായത് നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ വളരെ കൃത്യമായി തന്റെ കർത്തവ്യം നിർവഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രിക സ്വീകരിച്ചിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി നടത്തിയ ശ്രമം എന്ന് പറയുന്നത് വെറുതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനാധിപത്യ പോരാട്ടത്തിൽ നിന്നും KM ഷാജിയെ
പിന്മാറ്റാനുള്ള ശ്രമമാണ്. ഇത് ആദ്യത്തേതല്ല. KM ഷാജി MLA തന്നെ നിങ്ങളോട് നേരിട്ട് ഉദ്ദേശം 3 മണിക്ക് മീഡിയാസിനെ കാണും, ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറയും. ഇത് മാത്രമല്ല, കഴിഞ്ഞ ഇന്നലെ അദ്ദേഹത്തിൻ്റെ കോഴിക്കോടുള്ള വീടുമായി ബന്ധപ്പെട്ട് ആരും അറിയാതെ കൊണ്ടുപോയി ഒരു എറിയേഴ്സ് ഡിമാൻഡ് നോട്ടീസ് എന്ന് പറഞ്ഞ് ഒട്ടിക്കുകയും അത് സമയത്തിന് കണ്ടതുകൊണ്ട് അത് ഇന്നലെ തന്നെ അടച്ച് ക്ലിയറാക്കാൻ പറ്റി. ഇങ്ങനെ എല്ലാ നിലയിലും അദ്ദേഹത്തെ ജനാധിപത്യ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് വലിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനകത്ത് ആദ്യത്തെ പ്രഹരമാണിത്. ഇനി പ്രഹരങ്ങൾ തുടരെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അവരുടെ ഒരു നിലപാട് എന്തായിരുന്നു? അവരുടെ നിലപാട് നിയമത്തിനെതിരായിരുന്നത്. അവരുടെ നിലപാട് നിയമം എന്താണ് നിഷ്കർഷിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സ്ക്രൂട്ടിനി സമയത്ത് 36 പ്രകാരമുള്ള സ്ക്രൂട്ടിനി സമയത്ത് റിട്ടേണിംഗ് ഓഫീസർ നോക്കേണ്ടത് അദ്ദേഹം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 8A പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് മാത്രമാണ്. 8A പ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരമുള്ളത് ഇന്ത്യൻ പ്രസിഡന്റിനാണ്. അങ്ങനെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ KM ഷാജിക്കെതിരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ക്രൂട്ടിനി സമയത്ത് ഇതൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിയമം. 6 വർഷത്തേക്ക് അദ്ദേഹത്തെ അസാധുവാക്കി എന്നൊരു പ്രബലമായ കാര്യം പറയുന്നുണ്ടല്ലോ. 6 വർഷത്തേക്ക് അദ്ദേഹത്തെ അയോഗ്യനാക്കിയ കേരള ഹൈക്കോടതി വിധി സ്റ്റേഡ് ആണ് സുപ്രീം കോർട്ടിൽ നിന്ന്. സുപ്രീം കോർട്ടിൽ സ്പെസിഫിക് ആയിട്ട് സ്റ്റേ ഓപ്പറേഷൻ ഓഫ് ഹൈക്കോർട്ട് ഓർഡർ സ്റ്റേ ഇല്ല എന്നുള്ള വളരെ ചെറിയ ഒരു വാദം ഉന്നയിച്ചിട്ട് അത് തീർച്ചയായും ചെറിയ വാദമാണ്. എന്തുകൊണ്ടെന്നാൽ അത് നിയമത്തിനെ കുറിച്ചൊരു അടിസ്ഥാനപരമായ പരിജ്ഞാനമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാവുന്ന വളരെ ചെറിയ വാദമാണ്. എന്തുകൊണ്ടെന്നാൽ ഹൈക്കോടതി അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്തു, എക്സീഡിംഗ് ദ പവർ. കാരണം 8A പ്രകാരം ഈ ഹൈക്കോടതി കറപ്റ്റ് പ്രാക്ടീസസിന് ഒരാളെ ഫൈൻഡിങ് ഉണ്ടായാൽ അവർക്ക് ചെയ്യാവുന്നത് അത് കൺസേൺഡ് അതോറിറ്റിക്ക് ആ ഫൈൻഡിങ് അയച്ചു കൊടുക്കുക. കൺസേൺ ഇലക്ഷൻ കമ്മീഷൻ അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കുക. പ്രസിഡന്റ് തന്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് 6 വർഷത്തിൽ കൂടാത്ത, 6 വർഷത്തിൽ കുറഞ്ഞ ഒരു ദിവസം പോലും പ്രസിഡന്റ് വേണമെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ കൊടുക്കാം. 6 വർഷത്തിൽ കൂടാത്ത ഡിസ്ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ചു കൊടുക്കേണ്ടത് പ്രസിഡന്റാണ്. അത് ഇതുവരെ ഈ കേസിൽ നടന്നിട്ടില്ല. അത് വെറുതെ നടക്കാതിരിക്കുന്നതല്ല. ഇതുമായി ഇന്ദിരാഗാന്ധിയുടെ കേസ്, ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായണൻ കേസ് 1977 തന്നെ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് നിങ്ങൾക്ക് നിയമസഭയിൽ പോകാം, രജിസ്റ്ററിൽ ഒപ്പുവെക്കാം, നിങ്ങൾക്ക് പ്രൊസീഡിങ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളും MLA ആയി തുടരുകയാണ്. ഡിസ്ക്വാളിഫൈഡ് ആയുള്ള ഒരാളെങ്ങനെയാണ് MLA നിയമസഭയിലേക്ക് കയറുക? ഇതൊക്കെ വളരെ കോമൺ സെൻസ് ആണ്. ഇതിനൊരുപാട് നിയമമൊന്നും പഠിക്കേണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത്. അത് വളരെ വീക്കായിട്ടുള്ളൊരു വാദമാണെന്ന് പറയുന്നത്. ഇത് അന്തിമമായി എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് ഈ 8A പ്രകാരമുള്ള പ്രൊസീഡിങ്സ് ആരംഭിക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഈ രാജ്നാരായണൻ കേസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റഹീം ഖാൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസിൽ പഞ്ചാബ് ഹൈക്കോർട്ടും പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ഇത് ആരംഭിക്കുന്നത് എന്നുള്ളത്. അത് എപ്പോഴാണ് ഈ വിധി പകർപ്പുകളൊക്കെ ഞങ്ങൾ റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ്. KM ഷാജി MLA ഒരു 3-3:30 മണിക്ക് അദ്ദേഹം നിങ്ങളെ കാണും, മീഡിയാസിനെ കാണും. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഈ അദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരം ഈ ജനാധിപത്യ പോരാട്ടത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതുപോലെയുള്ള പിന്തിരിപ്പൻ ശ്രമങ്ങളുമായി അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ അദ്ദേഹത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അദ്ദേഹം നിങ്ങളെ 3 മണിക്ക് ശേഷം കാണും. എവിടെയാണെന്നുള്ളത് മിക്കവാറും അദ്ദേഹം മലബാർ റെസിഡൻസിയിലാണ് അദ്ദേഹം നിങ്ങളെ മീഡിയാസിനെ കാണും. KM ഷാജിയുടെ അഭിഭാഷകനായിരുന്നു. 2016 പ്രതികരണം 16 തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വർഗീയ വിദ്വേഷം വമിക്കുന്ന പ്രചരണം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു 6 വർഷത്തേക്ക് അയോഗ്യനാക്കിയിരുന്നത്. അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ച ഷാജിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ സൂക്ഷ്മ പരിശോധനാ വേളയിൽ എന്താണ് സംഭവിച്ചത് എന്ന വിവരങ്ങൾ നൽകാൻ മനു ഭരത് ചേരുന്നുണ്ട്. മനു, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി ഉണ്ടെങ്കിലും വിധി സ്റ്റേ ചെയ്തിട്ടില്ല എന്നായിരുന്നു സുമേഷിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചിരുന്നത്. എന്നാൽ അത് വളരെ വീക്കായ വാദമാണ് എന്നാണ് ഇപ്പോൾ KM ഷാജിയുടെ അഭിഭാഷകൻ പറയുന്നത്. എന്താണ് വിവരങ്ങൾ? അല്ല, KV സുമേഷിന്റെ അഭിഭാഷകൻ PV ദിനേശ് വാദിച്ചത് ഈ ഹൈക്കോടതി ഇദ്ദേഹത്തെ അയോഗ്യനാക്കി 6 വർഷത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി അത് ആ വിധി ഉത്തരവിനെ മുഴുവനായി റദ്ദ് ചെയ്തിട്ടില്ല, മറിച്ച് ഒരു കണ്ടീഷണൽ സ്റ്റേ ആണ് അനുവദിച്ചിട്ടുള്ളത് എന്നാണ്. ഇതിൽ KM ഷാജിയുടെ ഭാഗത്തിന് അഭിഭാഷകർക്ക് അനുകൂലമായ ഒരു ഘടകം, അങ്ങനെ ഒരു കണ്ടീഷണൽ സ്റ്റേ ഉണ്ടെങ്കിലും ഇദ്ദേഹത്തെ നിയമസഭയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിച്ചു എന്നത് അത് അയോഗ്യയ്ക്ക് ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് എന്ന് അവർ വ്യക്തമാക്കുന്നു. അതുപോലെ അതുപോലെ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് 8A അനുസരിച്ച് ഇതിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു ഉത്തരവ് വേണം. അപ്പോൾ ഈ ഇന്ത്യൻ പ്രസിഡന്റ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് നൽകാത്തതിനെ സംബന്ധിച്ച് ഒരു RTI ഷാജി ഫയൽ ചെയ്തിരുന്നു. അതിനനുസരിച്ച് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിലാണ്
ഇങ്ങനെ ഒരു ഉത്തരവ് വരാത്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത് രണ്ടും ഇവർക്ക് അനുകൂല ഘടകങ്ങളായി വന്നിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരണാധികാരി ഈ സംഗതികളെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം KM ഷാജിയുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കാം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് തനിക്കെതിരെയുള്ള വേട്ടയാടലാണെന്ന ആരോപണവുമായി ഷാജി നേരത്തെ തന്നെ രംഗത്തുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം റദ്ദു ചെയ്യാനുള്ള നടപടികൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധാരാളം ഉണ്ടായിരുന്നു എന്ന ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒരു തുടക്കമിടുന്നതാണ് ഇന്നത്തെ ഈ പരാതി. ഇതിൽ മറ്റ് ഇടതുപക്ഷത്തിനും അതുപോലെ UDF-നും എന്താണ് പറയാനുള്ളത് എന്നതാണ് ഇനി പുറത്തു വരേണ്ടത്. ശരി മനു, നന്ദി വിവരങ്ങൾക്ക്. നേരത്തെ ചർച്ച ചെയ്ത വാർത്തയിലേക്ക് വീണ്ടും വരുന്നു. NDA സ്ഥാനാർത്ഥിയെ ദേവികുളത്തും അയോഗ്യനാക്കിയിരിക്കുന്നു. ഡമ്മി സ്ഥാനാർത്ഥിയെയും അയോഗ്യനാക്കി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. സിജോ ബി ജോൺ ചേരുന്നുണ്ട്. സിജോ, എന്താണ് ദേവികുളത്ത് സംഭവിച്ചത്? എന്താണ് അയോഗ്യനാകാൻ കാരണം? ധന്യ, സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഫോം 26. ഈ ഫോം 26ലാണ് ഇവരുടെ വ്യക്തിവിവരങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളുള്ളത്. ഇത് ഫോം സ്വീകരിച്ചതിന് ശേഷം പൂരിപ്പിച്ച് നൽകുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ സ്ഥാനാർത്ഥി ചെയ്തിരിക്കുന്നത് ഇത് നെറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം ഏതാനും കോളങ്ങൾ നീക്കം ചെയ്തു. അതിനുശേഷമാണ് ഇത് ഫില്ല് ചെയ്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോം 26 അപൂർണമാണെന്നാണ് ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക തള്ളുന്ന ഒരു തീരുമാനത്തിലേക്ക് റിട്ടേണിംഗ് ഓഫീസർ എത്തിയിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ADMK സ്ഥാനാർത്ഥിയായിരുന്നു ധനലക്ഷ്മി. NDA കഴിഞ്ഞ തവണ മത്സരിച്ച ഇവർ 12,000-ലധികം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നേടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥിയാണ് ഇത്തവണ മത്സരരംഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഈ ധനലക്ഷ്മിയെ കൂടാതെ പൊൻപാണ്ടി, അതാണ് ഡമ്മി സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെയും ഫോം 26ൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് നോമിനേഷൻ തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ദേവികുളം നിയോജക മണ്ഡലത്തിൽ NDAക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജില്ലയിൽ മറ്റൊരു തർക്കം നിലനിൽക്കുന്നത് നിലവിൽ തൊടുപുഴയിലെ LDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സംബന്ധിച്ചാണ്. ഒരു കേസ് സംബന്ധിച്ച വിവരങ്ങൾ മറച്ചു വച്ചിരിക്കുന്നതെന്നാണ് BJP പരാതി നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സ്ക്രൂട്ടനിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അന്തിമ തീരുമാനം ഏകദേശം ഒരു 15 മിനിറ്റിനുള്ള ഉള്ളിൽ റിട്ടേണിംഗ് ഓഫീസർ എടുക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. സിജോ, അതുപോലെ ഈ തൊടുപുഴയിലെ LDF സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നത് നീട്ടിവെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി തിരിച്ചു വരാം. സിജോ, ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രിക തള്ളിയെന്നതാണ്. ഇവിടെ BJPക്ക് ഡമ്മി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഒപ്പില്ലാത്ത സത്യവാങ്മൂലം സമർപ്പിച്ചതാണ് പത്രിക തള്ളാനുള്ള കാരണമെന്നറിയുന്നു. സുവി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുവി, വിവരങ്ങൾ. ധന്യ, ബിജെപിയുടെ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് നിവേദിത. ജില്ലയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് ഇവർക്ക് ഉള്ളത്. ഇവിടെ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെയും വെച്ചിട്ടില്ല. ഇവരുടെ പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. പ്രധാനമായ കാരണം BJP സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പില്ലാത്ത സത്യവാങ്മൂലം സമർപ്പിച്ചതിനാലാണ് അപേക്ഷ തള്ളിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഗുരുവായൂർ. പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ശബരിമല വിഷയത്തിന് ശേഷം ഈ ക്ഷേത്ര നഗരികളിൽ വോട്ട് വർധന BJPക്ക് ഉണ്ടായി എന്നാണ് BJPയുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഗുരുവായൂരിലും ഈ ഒരു വലിയ തോതിൽ വോട്ട് വർദ്ധിക്കാൻ ഇടയുണ്ട് എന്ന് BJP പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഈ മണ്ഡലത്തിലാണ് ഇപ്പോൾ BJPക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രിക ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പില്ലാത്ത സത്യവാങ്മൂലം നൽകിയത് മൂലമാണ് ഇങ്ങനെ തള്ളാൻ ഇടയാക്കിയത്. എന്തായാലും BJPയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്താണ്, ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ പോലും ഇവിടെ നിർത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വലിയ വോട്ടുകൾ, നേരത്തെ ഇപ്പൊ തലശ്ശേരിയുടെ കാര്യം പറഞ്ഞതുപോലെ ഏതാണ്ട് 22,000 വോട്ട് ഉള്ള ഒരു മണ്ഡലത്തിലാണ് BJP സ്ഥാനാർത്ഥിയെ തള്ളിയിരിക്കുന്നത്. അതുപോലെ ഗുരുവായൂരിനെ സംബന്ധിച്ചും കൂടുതൽ വോട്ടുകൾ BJPക്ക് നേടാമായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. സ്വാഭാവികമായിട്ടും എത്തരത്തിലൊരു പ്രതികരണമായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. കൂടാതെ LDF, UDF മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഇതിൽ വലിയ ആരോപണങ്ങളും ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. MP ജയരാജൻ നേരത്തെ കണ്ണൂരിൽ പറഞ്ഞത് ഇത് വോട്ട് മറിക്കാനുള്ള ഇല്ലെങ്കിൽ മറ്റൊരു മുന്നണിയെ സഹായിക്കാനുള്ള തന്ത്രമാണ് നടക്കുന്നത് എന്നൊക്കെയാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ തൃശൂരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഗുരുവായൂരിൽ ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ടോ?
ധന്യ, ബിജെപിയുടെ സ്ഥാനാർത്ഥിയുടെ പട്ടിക തള്ളിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ബിജെപിയുടെയും UDFന്റെയും CPMന്റെയും പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല. നമ്മൾ അവരുമായി ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം ബിജെപിയുടെ തന്നെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ ഇപ്പോൾ പ്രചാരണ രംഗത്താണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തെ നമുക്ക് ലഭിക്കാതെ പോയത്. ഏതായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ബിജെപി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം തന്നെയായിരുന്നു ഗുരുവായൂർ. വലിയ വോട്ട് ഇവിടെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ആ ശബരിമല വിഷയം ഉൾപ്പെടെ മുൻനിർത്തി ഒരു വോട്ട് വർധന ഉണ്ടാകും, ഒരു കൺസോളിഡേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും ബിജെപി കണക്കുകൂട്ടിയ മണ്ഡലത്തിലാണ് ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂരിൽ ഏതാണ്ട് 25,000-ഓളം വോട്ടാണ് BJPക്ക് പ്രതീക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ തവണയും വലിയ വോട്ട് നേടിയ ഒരു മുന്നണി കൂടിയാണ്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുമ്പോൾ എത്രത്തോളം ക്ഷീണം BJPക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജില്ലയിൽ മൊത്തം? ധന്യ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഗുരുവായൂരിൽ വലിയ തോതിലുള്ള പ്രകടനം BJP കാഴ്ചവെച്ചിരുന്ന ഒരു മണ്ഡലമാണ് ഗുരുവായൂർ. അത് ഇനി സുരേഷ് ഗോപിയോട് ഈ തൃശ്ശൂരിൽ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ 25,000 വോട്ടുകൾ കളേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് BJP കണക്കുകൂട്ടിയിരുന്നത്. അത്തരത്തിൽ വലിയ നഷ്ടം, അതായത് ആ വോട്ടുകളെല്ലാം ഇപ്പോൾ എങ്ങോട്ട് പോകും, എങ്ങോട്ട് മറിയും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇവരുടെ പത്രിക തള്ളി എന്ന സംബന്ധിച്ച വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ധന്യ. ശരി സുബി, തൃശൂരിൽ ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. ഇവിടെ BJPക്ക് ഡമ്മി സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നില്ല. BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഒപ്പ് ഉണ്ടായിരുന്നില്ല എന്ന കാരണം ഒപ്പില്ലാതെ സത്യവാങ്മൂലം സമർപ്പിച്ചതാണ് BJPക്ക് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. അഡ്വക്കേറ്റ് നിവേദിതയായിരുന്നു BJPക്ക് ഗുരുവായൂർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിവേദിതയുടെ പത്രിക തള്ളി എന്ന വാർത്തകളാണ് വരുന്നത്. സുവി വിശ്വനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കണ്ണൂരിലെയും തൃശ്ശൂരിലെയും വലിയ തലശ്ശേരിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ടിരുന്ന കണ്ണൂർ ജില്ലയിൽ നേടിക്കൊണ്ടിരുന്ന മണ്ഡലമാണ് തലശ്ശേരി. അവിടെയാണ് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ പോകുന്നത്. സ്ഥാനാർത്ഥിയുടെയും ഡമ്മിയുടെയും പത്രിക തലശ്ശേരിയിൽ തള്ളിയിരിക്കുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ച് BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയുടെ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. ഇവിടെ BJPക്ക് ഡമ്മി സ്ഥാനാർത്ഥിയുമില്ല. BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഒപ്പില്ലാത്ത സത്യവാങ്മൂലം സമർപ്പിച്ചതാണ് പത്രിക തള്ളാൻ കാരണമായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. BJPയുടെ 2 പത്രികകൾ തള്ളിയിരിക്കുന്നു. തലശ്ശേരിയിൽ NDA പത്രിക തള്ളിയത് ദേശീയ പ്രസിഡന്റ് JP നദ്ദയുടെ ഒപ്പ് രേഖപ്പെടുത്തിയ ഫോറം ഹാജരാക്കാൻ കഴിയാത്തതിനാലാണ് സ്ഥാനാർത്ഥി N ഹരിദാസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. കൊണ്ടോട്ടി, ഇടുക്കി, പിറവം മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിക്കുന്നത് മാറ്റിവെച്ചു. പിറവം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നതാണ് മാറ്റിയത്. അതുപോലെ കൊണ്ടോട്ടി, ഇടുക്കി മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിക്കുന്നതും മാറ്റിവെച്ചിരിക്കുകയാണ്. KP സുലൈമാൻ ഹാജിയാണ് കൊണ്ടോട്ടിയിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പത്രിക മാറ്റിവെച്ചിരിക്കുന്നു. അത് ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടിയെടുത്തിരിക്കുന്നത്. കൊണ്ടോട്ടിയെ കൂടാതെ പിറവവും ഇടുക്കി മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചിട്ടുണ്ട്. തൊടുപുഴയിലെ LDF സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നതും നേരത്തെ നീട്ടിവെച്ചിരുന്നു. ക്രിമിനൽ കേസ് വിവരം KI ആന്റണി സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്ന പരാതിയിലാണ് പത്രികകൾ മാറ്റിവെച്ചിരിക്കുന്നത്. ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, പിറവത്തെ സംബന്ധിച്ച് എന്താണ് LDFന് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്? പത്രിക മാറ്റിവെക്കാനിടയായ സാഹചര്യം എന്താണ്? ശ്രീനാഥ്, കേൾക്കാമോ? പറയൂ. പിറവത്ത് എന്താണ് സംഭവിച്ചത്? LDF സ്ഥാനാർത്ഥിയുടെ പത്രിക മാറ്റിവെക്കാനിടയായ സാഹചര്യം എന്താണ്?
LDF സ്ഥാനാർത്ഥി സിന്ധുമോൾ ജേക്കബിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന് UDF ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലെ പിശക് ചൂണ്ടിക്കാട്ടിയാണ് UDF ചലഞ്ച് ചെയ്തിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ തെറ്റായിട്ടാണ് LDF സ്ഥാനാർത്ഥി നൽകിയിരിക്കുന്നത്. 1091 എന്നതിന് പകരം 1901 എന്ന് തെറ്റായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് ആദ്യത്തെ രണ്ടക്കങ്ങൾ പരസ്പരം തിരിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ വൈകിട്ട് 4 മണിക്ക് തീരുമാനമെടുക്കാമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. LDFന് വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ പിറവം? ഇതൊരു സാങ്കേതിക പിഴവ് മാത്രമാണ്. സാങ്കേതിക പിഴവ് റിട്ടേണിംഗ് ഓഫീസർ എങ്ങനെ കണക്കാക്കുന്നു, ഇക്കാര്യത്തിൽ നിലവിലുള്ള ചട്ടമനുസരിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് റിട്ടേണിംഗ് ഓഫീസർ പരിശോധിക്കുന്നത്. അതനുസരിച്ചായിരിക്കും തീരുമാനമുണ്ടാകുക. ശരി, നന്ദി ശ്രീനാഥ്. പിറവത്തെ പത്രികയും മാറ്റിവെച്ചിരിക്കുകയാണ് LDFന്റേത്. കൂടാതെ പിറവത്തെ കൂടാതെ കൊണ്ടോട്ടി, ഇടുക്കി മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിക്കുന്നതും മാറ്റിവെച്ചിരിക്കുന്നു. ഇതിനൊപ്പമാണ് തലശ്ശേരിയിലും ദേവികുളത്തും NDA സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിരിക്കുന്ന വാർത്തകളും വരുന്നത്. LDF സ്ഥാനാർത്ഥികളുടെ പത്രിക സ്വീകരിക്കുന്നതും മാറ്റിവെക്കുന്നു. ഇപ്പോഴും സൂക്ഷ്മ നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പത്രികകളിൽ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്ഥാനാർത്ഥിയുടെയും ഡമ്മിയുടെയും പത്രിക തള്ളി. പാർട്ടി അധ്യക്ഷന്റെ കത്ത് ഹാജരാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് N ഹരിദാസിന്റെ പത്രിക തള്ളിയത്. BJPക്ക് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം വോട്ടുള്ള മണ്ഡലമാണ് തലശ്ശേരി. ദേവികുളത്തെ NDA സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിയിട്ടുണ്ട്. ദേവികുളം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ധനലക്ഷ്മിയുടെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത്. ഫോം 26 പൂരിപ്പിച്ച് നൽകിയതിലെ പിഴവാണ് പത്രിക തള്ളാൻ കാരണമായത്. ഫോമിലെ പല കോളങ്ങളും നീക്കം ചെയ്തിരുന്നു എന്നാണ് അറിയുന്നത്. AIADMK പാർട്ടിക്കാരിയാണ് ധനലക്ഷ്മി. അവിടെയുള്ള ഡമ്മി സ്ഥാനാർത്ഥി പൊൻപാണ്ടിയുടെയും പത്രിക തള്ളിയിരിക്കുന്നു. NDAയുടെ 2 സ്ഥാനാർത്ഥികളുടെയും 2 ഡമ്മി സ്ഥാനാർത്ഥികളുടെയും പത്രിക തള്ളി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് LDF സ്ഥാനാർത്ഥികളുടെ പത്രികകൾ മാറ്റിവെച്ചിട്ടുണ്ട്. കൊണ്ടോട്ടി, പിറവം, ഇടുക്കി മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കൊണ്ടോട്ടിയിലെ വിവരങ്ങളുമായി CB അനുമോദ് ചേരുന്നു. അനുമോദ്, എന്തുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കുന്നത് മാറ്റിവെച്ചത്? വിവരങ്ങൾ. ധന്യ, കൊണ്ടോട്ടിയിൽ KP സുലൈമാൻ ഹാജിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പത്രികയിൽ ജീവിത പങ്കാളിയെ കുറിച്ച് രേഖപ്പെടുത്തേണ്ട ഭാഗത്ത് ബാധകമല്ല എന്നാണ് അദ്ദേഹം എഴുതിയത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും ഇനി ഇത് വീണ്ടും പരിശോധിക്കുക എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം തന്നെ ഇതിനെതിരെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടെന്നും അതിൽ ഒരു ഭാര്യ പാകിസ്ഥാൻ സ്വദേശിനിയാണെന്നും അത് കാരണം അദ്ദേഹം ഇത് രേഖപ്പെടുത്തിയില്ല എന്നുമാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ ടാക്സ് അടച്ചതിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയതിലും പിഴവ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനാകുന്നത്. 2020-21 വർഷത്തെ ടാക്സ് അടച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് അടയ്ക്കാനുള്ള സമയം ആകുന്നതേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ ഇതും ഒരു പത്രിക സ്വീകരിക്കുന്നതിൽ തടസ്സമായിട്ടുണ്ട്. എന്നാൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്കായിരിക്കും ഇനി ഇക്കാര്യത്തിൽ ഒരു സൂക്ഷ്മ പരിശോധന ഉണ്ടാവുക. കൊണ്ടോട്ടിയിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് ഇടതുമുന്നണിക്ക് വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. പക്ഷെ പത്രിക തള്ളേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. ശരി, നന്ദി അനുമോദ്. കൊണ്ടോട്ടിയിലെ ഇടത് സ്ഥാനാർത്ഥി KP സുലൈമാൻ ഹാജിയുടെ പത്രികയും മാറ്റിവെച്ചിരിക്കുകയാണ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.